മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഉദയഭാരതത്തിലെ പ്രവർത്തകര് 10 ക്വസ്റ്റ്യൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. കുറേ അധികം ആലോചിച്ചു ഇതുമാതിരിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണോ വേണ്ടയോ എന്ന്. അങ്ങനെ ആലോചിക്കാൻ കാരണമുണ്ട്. നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത് വിമർശനാത്മകമായി, നികൃഷ്ടമായി, നീചമായി, താറടിക്കാനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ നിൽക്കാറില്ല. അതുകൊണ്ട് ഇതിന് ഉത്തരം പറയേണ്ട കാര്യമില്ല. പിന്നെ ഈ സ്റ്റാൻലി ജോർജ് എന്ന് പറയുന്ന ആൾ 20 ചോദ്യം അയച്ചു തന്നതിൽ ആദ്യത്തെ 10 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ധാരാളം വ്യക്തികൾ പറഞ്ഞു ബാക്കി 10 ചോദ്യത്തിനും ഉത്തരം തരണം. വേറെ കുറേ പേര് പറഞ്ഞു ഇത് ഹിന്ദുക്കളുടെ മനസ്സിലുള്ള സംശയമാണ്, അത് കാരണം ഉത്തരം തന്നേ മതിയാവൂ സാറേ, ഞങ്ങൾക്കത് വളരെയധികം പ്രയോജനപ്പെടുന്നു പറഞ്ഞു. പിന്നെ മാത്രമല്ല, ഈ സ്റ്റാൻലി ജോർജ് എന്ന് പറയുന്ന ആൾ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു വരിയുണ്ട്, ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് ചോദിക്കാൻ, അതിനു മുമ്പ് ഈ 20 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമോ എന്ന് നോക്കിയിട്ട് വേണം ചോദിക്കാൻ. അതൊരു ധാർഷ്ട്യത്തിന്റെ കമന്റാണ്. ഞാൻ തന്നെ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കാനും വെള്ളം കുടിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ ഇനിയും ചോദിക്കും എന്നർത്ഥത്തിലാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഹിന്ദുക്കൾക്കും ആവശ്യമായതുകൊണ്ടാണ് ഞാനിത് വിവരിക്കുന്നത്. പിന്നെ സ്റ്റാൻലി ജോർജിന് ഇതിന്റെ ഉത്തരം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടാവും. ഇനി മാത്രമല്ല, ഇനി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം വീണ്ടും ചോദ്യം ചോദിച്ചില്ല എന്ന് വരും. അദ്ദേഹം ചോദ്യം ചോദിക്കലും ഹിന്ദുക്കൾ ചോദ്യം ചോദിക്കലൊക്കെ ആവശ്യമാണ്. പക്ഷെ പണ്ട് മുതൽക്ക് തന്നെ ഹിന്ദുക്കള് മറ്റ് മതക്കാരും കമ്മ്യൂണിസ്റ്റുകാരും നിരീശ്വരവാദികളൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് ഹിന്ദുക്കളില് 4 വിഭാഗത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുക. ഒന്ന്, ഷെയിംഫുള്ളി ലിസണിങ് ദി ക്വസ്റ്റ്യൻ, ലജ്ജയോടുകൂടി ദുഃഖത്തോടുകൂടി അവർ ചോദിക്കുന്നത് കേട്ട് വെറുതെ ഇരിക്കുക. 2, ഷെയിംലെസ്ലി ലിസണിങ് ദി കമന്റ്, ലജ്ജയൊന്നുമില്ല, നിങ്ങൾ ചോദിക്കാനുള്ള ചോദിച്ചോളൂ, എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാവാൻ തെറ്റാവാം, പക്ഷെ എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് കേൾക്കുന്നവര്. തല താഴ്ത്തി കേൾക്കുന്നവര്, തല ഉയർത്തി നിന്ന് ഞാനല്ല അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് കേൾക്കുന്നവര് 2ാമത്തെ വിഭാഗം. 3ാമത്തെ വിഭാഗം അറിവുണ്ടായിട്ട് ഉത്തരം കൊടുക്കുന്ന വിഭാഗം. 4ാമത്തെ വിഭാഗം ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്യുന്നത്. 3ാമത്തെ വിഭാഗം കോൺഫിഡൻ്റ്ലി ആൻസറിങ്, ഷെയിംഫുള്ളി കീപ്പിംഗ് ക്വയറ്റ്, ഷെയിംലെസ്ലി കീപ്പിംഗ് ക്വയറ്റ്, കോൺഫിഡൻ്റ്ലി ആൻസറിങ്, ഷാർപ്പ്ലി ആൻസറിങ്, വളരെ ഷാർപ്പായിട്ട് തിരിച്ചു കൊടുക്കുന്നവരുണ്ട്. പിന്നെ 5ാമത്തെ വിഭാഗം വളരെ റെയറായിട്ട് മാത്രമേ ഹിന്ദു ധർമ്മത്തിലുള്ളൂ, അല്ല ശരിക്ക് കൗണ്ടർ ചെയ്യുക, കത്തി കാളി തിരിച്ചടിക്കുക. അപ്പോൾ റിയാക്ടിങ്, ആക്ടിങ് ആൻഡ് കൗണ്ടറിങ് ആയിട്ടുള്ള 5ാമത്തെ വിഭാഗം. ഇതിൽ ഏത് വിഭാഗമാണെങ്കിലും ഒന്ന് മാത്രം, ഹിന്ദുക്കള് കേൾക്കുന്ന അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങള്, അത് ഏതിൽ നിന്നാണെങ്കിലും അഭിമാനത്തോടു കൂടി തിരിച്ചുത്തരം പറയുകയോ കൗണ്ടർ ചെയ്യുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഹിന്ദുവിൻ്റെതാണ്. അതിന് ഹിന്ദുക്കൾക്ക് ഉത്തരം കൊടുക്കേണ്ട ഉത്തരവാദിത്വവും കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് ഇതിന് ഉത്തരം വായിക്കുന്നു. അല്ലെങ്കിൽ ഒത്തിരി നേരം ഞാൻ ആലോചിച്ചു, ഇതുമാതിരിയുള്ള ചീപ്പ് ചോദ്യങ്ങൾ തന്നെ തെറ്റാണ്, പുസ്തകത്തിലും ഗ്രന്ഥത്തിലും ഒന്നും ഇല്ലാത്തത് ഇയാൾ തന്നെ ഉണ്ടാക്കി ചോദിക്കുകയാണ്, അതിന് ഉത്തരം കൊടുക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചു. പിന്നെ തോന്നി ഹിന്ദുക്കൾക്കും പ്രയോജനപ്പെടും, ഈ സ്റ്റാൻലി ജോർജ് എന്ന് പറഞ്ഞാൽ ഇനിയും ചോദ്യം ചോദിക്കാൻ ഇത് പ്രയോജനപ്പെടും. പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ വരുമ്പോൾ അവഹേളിതരാകാൻ തയ്യാറില്ലാത്ത ഹൈന്ദവ ജനതയ്ക്ക് ശക്തമായിട്ട് തിരിച്ചു കൊടുക്കാനും സാധിക്കുന്ന അവസരം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനെയുള്ളത് ആവേശം ഉണ്ടാക്കാനോ ഒന്നുമല്ല, പക്ഷെ കൗണ്ടർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഉത്തരം കൊടുക്കുക. ഞാൻ ആദ്യം നമുക്ക് വായിക്കാം. സ്റ്റാൻലി ജോർജ് ബാക്കി 10 ചോദ്യങ്ങൾ ഡോക്ടർ സുനിൽ യാദവിന്റെ സംശയങ്ങൾ എന്ന രീതിയിലാണ് ഇവർ ഇത് പ്രചരിപ്പിക്കുന്നത്. ഒരു ഹിന്ദുവിന്റെ പേര് വെച്ചാണ് പ്രചരിപ്പിക്കുന്നത്. കാരണം ഹിന്ദുക്കൾ തന്നെ ഇത് ചോദ്യം ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഹിന്ദുവിന്റെ പേര്, ഹിന്ദുവിന്റെ രീതി, ഹിന്ദുവിന്റെ ആചാരങ്ങൾ ഉപയോഗിച്ച് ഹിന്ദുവിനെ അവഹേളിക്കാം.
അപ്പൊ 10 ഉത്തരം ഞാൻ പറഞ്ഞു. ഇത് 11. ഒരു ദൈവമായ ശ്രീരാമന് രാവണന്റെ വയറ്റിൽ ഒളിപ്പിച്ചിരുന്ന അമൃതകുംഭത്തിന്റെ കാര്യം എന്തുകൊണ്ട് മനസ്സിലായില്ല? രാവണന്റെ വയറ്റിൽ അമൃതകുംഭം ഉണ്ടെന്നുള്ളത് ഇയാൾ തന്നെത്താനെ ഉണ്ടാക്കിയതാ. രാവണന് അമരത്വത്തിന്റെ വരം കിട്ടിയിട്ടുണ്ട്. പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റില്ല. അത് നല്ലോണം ശ്രീരാമൻ അറിയുകയും ചെയ്യാം. ശ്രീരാമൻ അത് ലക്ഷ്മണന് പറയുകയും ചെയ്യുന്നുണ്ട്. രാവണന്റെ തന്നെ പക്ഷക്കാരനായ ഒരാള് രഹസ്യം വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ രാമരാവണ യുദ്ധം വിജയിക്കാൻ ഒരിക്കലും രാമന് സാധിക്കുമായിരുന്നില്ല. ഇങ്ങനെയൊക്കെയാണോ ഒരു ദൈവത്തെക്കുറിച്ച് നിങ്ങളുടെ ധാരണ? ജോർജെ, ഞാൻ തിരിച്ച് ജോർജിനോടൊരു ചോദ്യം ചോദിക്കട്ടെ. ജോർജെ, 6 ദിവസം കൊണ്ട് യഹോവ എന്ന അമാനുഷിക ദൈവം, രാമൻ എന്ന് പറയുന്നത് അമാനുഷികനല്ല, മനുഷ്യനാണ്, ദശരഥ രാജാവിന്റെ മകനാണ്. ശങ്കരാചാര്യരെ പോലെ ആത്മീയ മണ്ഡലത്തില്, വിവേകാനന്ദനെ പോലെ ആത്മീയ മണ്ഡലത്തില്, അല്ലെങ്കിൽ ശിവജിയെ പോലെയും റാണാ പ്രതാപ സിംഹനെ പോലെയും രാജ്യഭാര മണ്ഡലത്തിൽ ജീവിച്ച അച്ഛനമ്മമാരുടെ മകനാണ് രാമൻ. അദ്ദേഹം ദൈവമല്ല, അവതാരമാണ്. ദൈവം, അവതാരം, ഭഗവാൻ എന്ന വാക്കുകൾക്കൊക്കെ വ്യത്യസ്ത അർത്ഥാണുള്ളത്. ഇപ്പൊ സാധാരണ ഒരു മനുഷ്യനാണ് രാമൻ. സീത നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ദുഃഖിച്ചു. കാട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സാധാരണ മനുഷ്യൻ അവതാരത്തിന്റെ ലെവലിലേക്ക് ഉയർന്നതാണ് ശ്രീരാമൻ. പക്ഷെ യഹോവ എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയല്ലല്ലോ. എന്തൊരു കപ്പാസിറ്റിയാ ഉള്ളത്! ഒരു സുപ്രഭാതത്തിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയില്ലേ? ചപ്പാത്തി കൊണ്ട് ചപ്പാത്തി മാവും പൂരിയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി മനുഷ്യനെ ഉണ്ടാക്കി. എന്നിട്ട് പെണ്ണ് വേണമെന്ന തലയ്ക്ക് ബോധോദിച്ചപ്പോഴത്തേക്കും ഈ ആണിന്റെ വാരിയിൽ നിന്നൊരു പെണ്ണിനെ ഉണ്ടാക്കി. പെട്ടെന്നാണ് ഉണ്ടാക്കിയത്. ഇത്ര കപ്പാസിറ്റി ഉള്ള ദൈവത്തിന് മനുഷ്യന്റെ പാപം തീർക്കാൻ ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യയിൽ ഗർഭം ഉണ്ടാക്കാൻ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നേരെ ആദത്തിനെ ഉണ്ടാക്കിയ മാതിരി ഒരുവനെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കുരിശിലേറ്റിയാ പോരായിരുന്നോ ജോർജ്? ശ്രീരാമനൊരു മനുഷ്യനല്ലേ? യഹോവ അങ്ങനെയല്ലല്ലോ. ദൈവത്തിന് എന്തും സാധിക്കുന്ന ക്രിസ്ത്യാനികൾ പറയാം. യഹോവയ്ക്ക് എന്തും സാധിക്കും. എന്തും സാധിക്കുമായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട സ്ത്രീയിൽ ഗർഭം ഉണ്ടാക്കാൻ ഈ ഭർത്താവ് അറിയാതെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്നിട്ട് ഗർഭം ഉണ്ടാക്കി, അതിനെ ജനിപ്പിച്ച്, അതിനെ വളർത്തി, അതിനെ കുരിശിലേറ്റി അവനവൻ ക്ഷമിക്കേണ്ട പാപം അവനെ ഏലി ഏലിയിൽ സംവക്താനി എന്നും പറഞ്ഞിട്ട് ഒച്ചയെടുപ്പിച്ച് കരഞ്ഞ് കൊലവിളി നടത്തിയിട്ട് അങ്ങ് ദൈവം ക്ഷമിച്ചു. അങ്ങനെ ഏതിനെങ്കിലും കുരിശിലേക്കണമെങ്കിൽ തന്നെ വേറൊരെണ്ണത്തിന് ഉണ്ടാക്കിയാൽ പോരെ. ഇത്ര സാധനങ്ങളെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ദൈവത്തിന് എന്തിനാ ഇത് ചെയ്യേണ്ടി വന്നത്? ഈ ചോദ്യത്തിനും കൂടി ജോർജ് ഉത്തരം പറയാം. ഇനി 12ാമത്തെ ചോദ്യം. ശ്രീരാമൻ ദൈവമാണെങ്കിൽ എന്തിനാണ് ഭാര്യയെ മറ്റൊരാളുടെ സംശയത്തിന്റെ പേരിൽ ഉപേക്ഷിച്ചത്? നല്ലൊരു ചോദ്യമാണ്. ഇവിടെ 100 കോടി രൂപയുടെ അഴിമതി നടത്തിയ കർദിനാളും ബിഷപ്പുമാരും ഇപ്പോഴും അധികാരത്തിൽ തുടരുന്നു. ഇന്നലെ അഭയയെ കൊന്നതിന്റെ 25ാം വാർഷികമാണ്. മാതൃഭൂമിയിലുണ്ടായിരുന്നു. ആ ഫാദർ കോട്ടൂരും സ്റ്റെഫിയും ഇപ്പോഴും തുടരുന്നു. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിഞ്ചു പെൺകുട്ടിയെ 45 വയസ്സായിട്ടുള്ള കണ്ണൂരിലെ അച്ഛൻ ഗർഭിണിയാക്കി. ആലോചിച്ചു നോക്ക. ഇവരൊക്കെ ഇപ്പോഴും അധികാരത്തിൽ തുടരുന്നു. അങ്ങനെ ഒരു സംസ്കാരമല്ല ജോർജ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ കോൺഗ്രസുകാരെ പോലെ അവർക്ക് നിന്ന് പിഴയ്ക്കാൻ ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു ഹോട്ടൽ സപ്ലയർ, അവരുടെ പഴയ ചരിത്രമൊക്കെ നോക്കിയാൽ അറിയാം, അധികാരത്തിന് വേണ്ടി മന്ദബുദ്ധിയായ ഒരുവന്റെ പുറകിൽ അണിനിരക്ക, അധികാരത്തിന് വേണ്ടി രാഷ്ട്രവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സോണിയാഗാന്ധിയെ ഇവിടെ ഭരിച്ചിരുന്ന ഒരാളുടെ ഭാര്യ എന്നുള്ള പേരിൽ കൊണ്ടുവരിക, 100 കോടി രൂപയുടെ അഴിമതി നടത്തി എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ, സ്ത്രീകൾ ഉൾപ്പെടെ പോപ്പിന് കംപ്ലൈന്റ് ചെയ്യാം. കത്തിക്കാളി ഒരു കന്യാസ്ത്രീയെ കൊല ചെയ്ത വ്യക്തി ഇന്നും ഇവിടെ അച്ഛനായിട്ട് സുഖമായിട്ട് ജീവിക്കാം. ആണുങ്ങളെ പെണ്ണുങ്ങളെ പോലെ ഉപയോഗിച്ച കൊട്ടാരക്കരയിലെ സെമിനാരിയിലെ അച്ഛൻ ഇപ്പോഴും അതേപോലെ ജീവിക്കുന്നു. അപ്പൊ എന്ത് തെമ്മാടിത്തവും കൊള്ളരുതായ്മയും വൃത്തികേടും ചെയ്താലും അധികാരത്തിൽ തുടരാമെന്ന് കാണിക്കുന്ന പോലെയുള്ള ഒരു സംസ്കാരമല്ല ഭാരതത്തിലുള്ളത്. ഈ ജോർജ് ചോദിച്ചത് രാമനെ കുറിച്ച് മാത്രമല്ലേ, അല്ലാത്തത് കൂടി ഞാൻ പറയാം. ഭീഷ്മ പിതാമഹന്റെ മടിയിലിരുന്നാണ്
ഈ 5 പാണ്ഡവരും വളർന്നത്. പക്ഷെ ഭീഷ്മർ അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നപ്പോ കേറി അടിക്കാൻ പറഞ്ഞു. ആചാര്യനായ ദ്രോണരാണ് ഇവരെ പഠിപ്പിച്ചത് ശസ്ത്രവിദ്യയും അസ്ത്രവിദ്യയും. പക്ഷെ അധർമ്മത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നതെന്ന് കണ്ടപ്പോഴത്തേക്കും അടിച്ചു തെറിപ്പിക്കാൻ പറഞ്ഞു. ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരം ഭാര്യയായാലും മകനായാലും മകളായാലും അച്ഛനായാലും അമ്മയായാലും രാഷ്ട്രം ഒന്നാമത്, ബാക്കിയുള്ളതൊക്കെ രണ്ടാമത്. അത് ഈ ക്രിസ്ത്യാനിയുടെ ഇടപാടൊന്നും അല്ല. മുക്കുവാനുള്ള പണമാക്കാനും നമ്മുടെ സൂസവാക്യമൊക്കെ $3500 അടിച്ചില്ല, 3500 കോടി രൂപയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തില്ലേ? അതുമാതിരിയുള്ള സംസ്കാരം അല്ല ജോർജ് ഭാരതത്തിലുള്ളത്. കുടുംബാംഗങ്ങളായാൽ പോലും ശരിക്കും ശ്രീകൃഷ്ണന്റെ അമ്മാവനാണ് കംസൻ. എന്തേ കൊന്നത്? രാക്ഷസീയ സ്വഭാവം രാജ്യത്തിൽ കാണിച്ചതുകൊണ്ട്, അതുകൊണ്ടാണ് കൊന്നത്. അതാണ് ഭാരതത്തിന്റെ സംസ്കാരം. അത് ഭാര്യയായാലും മകനായാലും അച്ഛനായാലും അമ്മയാണെങ്കിലും പ്രജകൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ അവരെ പിന്നെ ഒരു രാജാവ് വെച്ചുകൊണ്ടിരിക്കില്ല. അത് മഹാഭാരതത്തിലായാലും കഥകളിലായാലും. അടുത്തത്, ഒരു വലിയ മല ചുമക്കാൻ വരെ കഴിവുള്ള ഹനുമാൻ കൂടെ ഉള്ളപ്പോൾ ശ്രീരാമൻ എന്തിനാണ് ലങ്കയിലേക്ക് കഷ്ടപ്പെട്ട് പാലം കെട്ടിയത്? ആവശ്യമുണ്ടായിരുന്നില്ല. ഈ ദൈവത്തിന് ഇത്രയും അധികം കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഓരോരുത്തരുടെയും ശരീരത്തിൽ കയറി ദൈവം വെളിപാട് കൊടുക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ? ബൈബിളിലെ പഴയ നിയമം മുഴുവനും ഇന്ന സ്ഥലത്ത് നെഹൂമിന്റെ ശരീരത്തിൽ ദൈവം കയറി, ലേവിയറുടെ ശരീരത്തിൽ കയറി, ജമേറിയായുടെ ശരീരത്തിൽ കയറി, ദൈവം അത് പറഞ്ഞു, ദൈവം ഇത് പറഞ്ഞു. എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? ഇത്രയും കപ്പാസിറ്റി ഉള്ള ദൈവത്തിന് നേരിട്ട് അങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നോ? ഭൂമി കുലുക്കം ഉണ്ടാക്കി, യേശുക്രിസ്തു കുരിശിൽ മരിച്ചപ്പോ കൊടുങ്കാറ്റുണ്ടാക്കി, സമുദ്രത്തിലെ തിരമാലകൾ കയറി. ഇതൊക്കെ ദൈവകോപത്തെ കാണിക്കുന്നു. അത്രയും കപ്പാസിറ്റി ഉള്ള ദൈവം എന്തിനാണ് ഇവരിലൂടെ പറയുന്നത്? നേരിട്ട് അങ്ങോട്ട് പറഞ്ഞുകൂടാ പോയതായിരുന്നോ? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി അവശേഷിക്കാം. ഈ പെണ്ണിൽ ഗർഭം ഉണ്ടാക്കിയിട്ട് വേണ്ടിയിരുന്നു ഒരു മനുഷ്യനെ തൂക്കിലേറ്റാനായിട്ട്? ശ്രീരാമന് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് പാലം കെട്ടി, അംഗീകരിച്ചു. കപ്പാസിറ്റി ഉള്ള സൂപ്പർ ആളുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങോട്ട് ചേക്കേറിയത്? ഹിന്ദുമതം ഉപേക്ഷിച്ച് ജോർജ് അങ്ങോട്ട് പോയത്? ആ മനുഷ്യനെ എന്തേ ഇത്രയും പേരെ കൺവെർട്ട് ചെയ്യാൻ പറ്റണില്ല? ആ യഹോവയുടെ കൂടെ പോയവരും യേശു ക്രിസ്തുവിന്റെ കൂടെ പോയവരും എല്ലാം ഇന്ന് എന്തിയ അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലുമൊക്കെ ആ മതം ഉപേക്ഷിച്ചു പോകുന്നു? അതിനൊക്കെ കൂടി ഉത്തരം പറയണ്ടേ? ശ്രീരാമന് കപ്പാസിറ്റി ഇല്ല, അതുകൊണ്ടാണല്ലോ താൻ ക്രിസ്ത്യാനി മതത്തിലേക്ക് പോയത്. പക്ഷെ ഇവിടെ കപ്പാസിറ്റി ഉള്ള പാർട്ടീസ് ചെയ്തു കൂട്ടുന്നത് എന്താണെന്നും കൂടി ഒന്ന് നോക്കാം. നല്ല രസമുള്ളതല്ലേ? ഇത്രയും കപ്പാസിറ്റി ഉള്ള യഹോവയുടെയും യേശുക്രിസ്തുവിന്റെയും പ്രതിപുരുഷന്മാരല്ലേ ഇത്രയും അധികം കൊള്ളരുതായ്മ ഓരോ ദിവസവും കാണിക്കുന്നത്? ഒരു പള്ളിയിലേക്ക് 2 വിഭാഗത്തിനെ തമ്മിൽ കയറ്റാതിരിക്കാനാണ് കോതമംഗലത്തും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോലീസ് നിരോധനാജ്ഞ ഉള്ളത്. ഒരു ദൈവത്തിന്റെ പേരിൽ ഇങ്ങനെ തമ്മിൽ കയറി അടിക്കുന്നത് എന്ത്? യഹോവയ്ക്ക് ഇല്ലാതെയാക്കാൻ പറ്റിയില്ലേ? ശ്രീകൃഷ്ണൻ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ശ്രീകൃഷ്ണൻ ദൈവമാണെന്നല്ല വിശ്വസിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ, ഭഗവാൻ എന്ന വാക്കും ദൈവം എന്ന വാക്കൊക്കെ വ്യത്യാസമുണ്ട് ജോർജ്. ശ്രീകൃഷ്ണൻ അവതാരാണ്. എന്നെയും നിങ്ങളെയും പോലെ മനുഷ്യനായിട്ട് ജീവിച്ചിരുന്ന ആളാണ്. BC 3140 ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത്. കലിയുഗം ആരംഭിച്ചത് BC 3102 ഫെബ്രുവരി 17 വ്യാഴാഴ്ച രാത്രി 11:55 കലിയുഗം ആരംഭിക്കുന്നതിന് 38 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവത്ഗീത കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഉപദേശിച്ചു കൊടുത്ത മനുഷ്യനാണ് ശ്രീകൃഷ്ണൻ. ആ ദ്വാരക ഇന്നുമുണ്ട് ആർക്കിയോളജിക്കൽ സർവേ അനുസരിച്ചിട്ട്. ഗോപികമാർ കുളിക്കുന്ന സ്ഥലത്ത് മറഞ്ഞിരുന്ന് കുളി കാണുന്നത് ഒരു ദൈവത്തിന് ചേരുന്ന പ്രവൃത്തിയാണോ? ഒരിക്കലും അല്ല. ശ്രീകൃഷ്ണൻ അത് ചെയ്തതുകൊണ്ട് തന്നെയാണ് പലരും ശൈവരായത്. ശ്രീകൃഷ്ണനോട് യോജിപ്പില്ലാത്ത കാര്യത്തെ തിരസ്കരിക്കാം. ശ്രീകൃഷ്ണൻ ഒളിഞ്ഞിരുന്ന് കുളി കണ്ടു എന്ന് മാത്രമല്ല, സ്ത്രീകളുടെ തുണി എടുത്തുകൊണ്ട് പോയി എന്ന് മാത്രമല്ല, ശ്രീകൃഷ്ണൻ ചെയ്യരുതാത്ത കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കാരണം ശ്രീകൃഷ്ണനെ ആരാധിക്കണം എന്ന് ആരും പറയുന്നില്ലല്ലോ. വേണമെങ്കിൽ ആരാധിച്ചാൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. ഒരുപക്ഷെ ഇനിയും ശ്രീകൃഷ്ണൻ ചെയ്തത് പുതിയ പുതിയ ആൾക്കാർ, ഇവിടുത്തെ കോടിയേരി ബാലകൃഷ്ണനും VS അച്യുതാനന്ദനും പിണറായി വിജയനൊക്കെ കൊണ്ടുവന്നു വരും പുതിയ പുതിയ കാര്യങ്ങൾ. ഏതായാലും കൃഷ്ണനെ ജഗദ്ഗുരുവായിട്ട് CPM-കാർ ഫ്ലക്സ് അടിച്ച് നടന്നു ജന്മാഷ്ടമി ദിവസം. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ ശ്രീരാമനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ശിവനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ലക്ഷ്മിയെ സ്വീകരിക്കുക, അല്ലെങ്കിൽ സരസ്വതിയെ സ്വീകരിക്കുക. ശ്രീകൃഷ്ണന്റെ പുറകെ പോകണമെന്ന് ആരാ പറഞ്ഞത്? ആരും പറഞ്ഞില്ലല്ലോ. അതിന് ആത്മീയമായിട്ടുള്ള ഒരു ഉത്തരവുണ്ട്. അത് കിട്ടാൻ പാകത്തിനുള്ള ചോദ്യം അല്ല ജോർജ് ചോദിച്ചിരിക്കുന്നത്. അത് കാരണം അതിന് അങ്ങനെ ഉത്തരം പറയണില്ല, ഇങ്ങനെ തന്നെ ഉത്തരം പറയാം.
അത് മാത്രമല്ല, ശ്രീകൃഷ്ണൻ ഗോപികമാര് കുളിക്കുന്നത് കണ്ടു എന്നുള്ളത് മഹാമോശം. പക്ഷെ ഭർത്താവ് ജീവിച്ചിരിക്കുക ഭാര്യയുടെ അടുത്ത് പോയിട്ട് ഗർഭം ഉണ്ടാക്കിയ ദൈവത്തിന്റെ കപ്പാസിറ്റി ശരിയാണോ? അത് ഭർത്താവ് ജീവിച്ചിരിക്കുക, വേറെ ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് പോവായിരുന്നില്ലേ യഹോവയ്ക്ക്? ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ തന്നെ ഇത് വേണോ ജാരസന്തതിയെ ഉണ്ടാക്കാൻ? ശ്രീകൃഷ്ണൻ അതിൽ ഒളിഞ്ഞിരുന്ന് നോക്കിയല്ലേ ഉള്ളൂ, തുണി എടുത്തുകൊണ്ട് പോയല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും കാണിച്ചില്ലല്ലോ. ഈ കാലഘട്ടത്തിൽ ഒരു സാധാരണക്കാരൻ ആ പ്രവൃത്തി ചെയ്താൽ അവനൊരു ദുർവൃത്തിക്കാരനാണെന്ന് നിങ്ങൾ പറയില്ലേ? ഇപ്പൊ യഹോവ ചെയ്തതിനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് ജോർജ് തീരുമാനിക്കാം. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയുടെ അടുത്ത് പോയിട്ട് ബാക്കിയൊക്കെ നടത്തിയിട്ട് കുട്ടിയെ ഉണ്ടാക്കിയത് എന്താണെന്ന് ഈ കാലത്ത് ചെയ്താൽ എന്ത് ചെയ്യുന്നുള്ളത് ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കൃഷ്ണനെ ദൈവം എന്ന് വിളിക്കുന്നത്? കൃഷ്ണനെ ദൈവം എന്ന് വിളിക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. കൃഷ്ണന്റെ അമ്പലത്തിൽ പോകണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. കൃഷ്ണനല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് കൃഷ്ണനും പറഞ്ഞിട്ടില്ല. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, എന്നെ മാത്രമേ ആശ്രയിച്ചാവൂ, സ്വർണത്തിൽ പോകും എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. 15ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ശിവന്റെ ലൈംഗിക അവയവത്തെ ഹൈന്ദവർ ആരാധിക്കുന്നത്? മറ്റവയവങ്ങളൊന്നും ആരാധനായോഗ്യമല്ലേ? അത് തന്റെ തലയ്ക്കകത്തുള്ള കുഴപ്പമാണ് ജോർജ്. ഈ ശിവലിംഗം എന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. ഞാനത് പണ്ട് തന്നെ പറഞ്ഞിട്ട്, ലിംഗം എന്ന വാക്കിന്റെ അർത്ഥം ലിംഗമയതി ഇതി ലിംഗ, എനർജി മുകളിലേക്ക് പോകുന്നത് കൊണ്ടാണ് ശിവലിംഗം എന്ന് പറയുന്നത്. ലോകത്തിലെ 448 ആറ്റമിക് റിയാക്ടർ കൂടംകുളത്ത് ഉദ്ഘാടനം ചെയ്ത 2 ഉൾപ്പെടെ 448 എല്ലാം ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ്. അത് കൈലാസ പർവ്വതത്തിന്റെ മിനിയേച്ചർ ഫോമാണ്. ശിവലിംഗത്തിന് കണ്ടിന്യൂസ് ആയിട്ട് പച്ചവെള്ളം ധാരക്കടാരം വഴിക്ക് സർക്കുലേറ്റ് ചെയ്യാറുണ്ട്. ആറ്റമിക് റിയാക്ടറിൽ ഹെവി വാട്ടർ സർക്കുലേറ്റ് ചെയ്യാറുണ്ട്. തൻ്റെ മനസ്സിൽ എപ്പോഴും ഈ സെക്സ് ഉള്ളത് കൊണ്ടാണ് കണ്ണിൽ കാണുന്നത് മറ്റുള്ളവർ കാണുന്നതൊക്കെ ഈ ലൈംഗികമായിട്ട് തോന്നുന്നത്. ആരോ ഒരാൾ ലിംഗം എന്ന വാക്ക് പറഞ്ഞതുകൊണ്ട് താൻ അതും കൊണ്ട് നടക്കണം. തനിക്ക് തന്നെ ഒന്ന് ചിന്തിച്ചൂടെ? ഒരു ലിംഗത്തെ ഒരാൾ ആരാധിക്കില്ല. അത്ര കോമൺ സെൻസും ഇല്ലാത്തവരൊക്കെ ചോദ്യമായിട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരരുത് ജോർജ്. മാത്രമല്ല, ആ സാധനം ഇല്ലായിരുന്നെങ്കിൽ താൻ ഈ ഭൂമിയിൽ വരില്ല. തൻ്റെ അച്ഛൻ അത് ഉള്ളത് കൊണ്ടാണ് അമ്മ അത് ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയത്. ഹൈന്ദവ ക്ഷേത്രമായ ഖജുരാഹോ ക്ഷേത്രത്തിലെ മതിലുകൾ ലൈംഗിക വൈകൃതങ്ങൾ കൊണ്ടും പണികളെ കൊണ്ടും നിറഞ്ഞതാണ്. തീർച്ചയായിട്ടും ലൈംഗികത മനുഷ്യ ജീവിതത്തിന്റെ ആവശ്യമുള്ളതാണ്. ശരിക്കും ഭാരതത്തില് ഗർഭാധാനം 16 സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരമാണ്. അത് ലൈംഗികമായിട്ടുള്ളതാണ്. ഗർഭാധാനം, പുംസവനം, സീമന്തോന്നയനം, ജാതകർമ്മം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 16 എണ്ണത്തിൽ ഏറ്റവും 4. അപ്പോൾ ലൈംഗിക വൈകൃതങ്ങളൊന്നും അത്ര വിചിത്രമൊന്നുമല്ല. തൻ്റെ വീട്ടിലും ബെഡ്റൂമിൽ പോയാൽ കാണാൻ സാധിക്കും. പുറത്ത് കാണിച്ചത് മറൈൻ ഡ്രൈവില് പബ്ലിക് ചുംബിച്ച കുറെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും കുറെ മുസ്ലിങ്ങളും കാണിച്ചെന്ന് മാത്രം. ആരാന്റെ ഭാര്യയെയും ആരാന്റെ മകളെയും ആരാന്റെ സഹോദരിയെയും ഒക്കെ ചുംബിക്കാൻ ഫ്രീ അവസരം കിട്ടിയപ്പോൾ മറൈൻ ഡ്രൈവിലേക്ക് ചുംബന സമരമായിട്ട് കുറെ പേര് വന്നിരുന്നു. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ബെഡ്റൂമിനകത്ത് നടക്കുന്നതാണ്. അത്ര വികൃതമൊന്നുമല്ല. വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നവരുമുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യം. അത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യം. അപ്പോ ലൈംഗിക അവയവങ്ങൾ കാണിക്കുന്നതും ഇതൊന്നും ഭാരതീയ പൈതൃക പ്രകാരം ഒന്നും നെഗറ്റീവല്ല. പിന്നെ വേറൊന്ന്, നിർബന്ധമായിട്ടും ക്ഷേത്രങ്ങളിൽ ലൈംഗികമായിട്ടുള്ളത് കാണിക്കണമെന്ന് പറയാൻ കാരണം മനുഷ്യന് ഏറ്റവും അട്രാക്ഷൻ ഉള്ള ഒരു കാര്യം അതാണ്. അതെല്ലാം കൺമുമ്പിൽ ഇരിക്കുമ്പോഴും അതിനെ മാറ്റിവെച്ച് ശ്രീകോവിലിനകത്തുള്ള വിഗ്രഹത്തിലേക്ക് ശ്രദ്ധ പോകണമെന്ന് പ്രാക്ടിക്കലി ബോധിപ്പിക്കാനാണ് ലൈംഗിക അവയവങ്ങളും ലൈംഗിക ക്രമങ്ങളും അമ്പലത്തിൽ ഉണ്ടാക്കുന്നത്. നരമാല, പുഷ്പമാല, മൃഗമാല എന്ന് പറഞ്ഞ 5 മാലകളിൽ ഒരെണ്ണം മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും ഉള്ളതാണെന്ന് കൂടി അറിയട്ടെ. ആരാധന അർഹിക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയാണോ സെക്സ്? താൻ ജനിച്ചത് തന്നെ സെക്സിലൂടെയാ. തൻ്റെ മക്കൾ ജനിക്കുന്നത് സെക്സിലൂടെയാണ്. അത് ആരാധന അർഹിക്കുന്നത് തന്നെയാണ്. നല്ല മനസ്സ്, നല്ല ദിവസം, നല്ല ആരോഗ്യം, നല്ല അന്തരീക്ഷത്തിൽ വേണം സെക്സ് നടത്താൻ എന്ന് മോഡേൺ സയൻസും ഹെറിറ്റേജ് ഭാരത സയൻസും പറയുന്നു. ഈ കല്യാണം കഴിക്കുന്നത് പിന്നെ എന്തോന്നിനാ? പെണ്ണിനെ നോക്കിയിരിക്കാനാ? ആണിനെ നോക്കിയിരിക്കാനാ? അപ്പൊ സെക്സ് ആരാധന അർഹിക്കുന്നത് തന്നെയാണ്. അറിയണമെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. കുട്ടികളില്ലാത്ത ഭാര്യാഭർത്താക്കന്മാർ അനുഭവിക്കുന്ന വേദന അറിയണമെങ്കിൽ സെക്സിന്റെ മഹത്വം അപ്പം അറിയും. നല്ല തുറന്ന മനസ്സോടുകൂടി താനൊന്ന് ചിന്തിച്ചു നോക്കാം. ബ്രഹ്മാവ് തന്റെ മകളായ സരസ്വതിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് നിർബന്ധപൂർവ്വം ദേവിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നതായി പുരാണങ്ങളിൽ പറയുന്നു. അങ്ങനെ പറയുന്നില്ല, താൻ ഉണ്ടാക്കിയതാ. ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനെയും സൃഷ്ടിച്ച ഒരു ഇമാജിനറി ദൈവമാണ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ടൈം ആക്സിസ്. ഇതാണ് ബ്രഹ്മാവിന്റെ 4 തല. എക്സ്, വൈ, ഇസഡ്, ടൈം ആക്സിസ്. ഒരു ഇമാജിനറി ബ്രഹ്മസങ്കല്പമാണ്.
സർവ്വതിനെയും സൃഷ്ടിച്ച ആളാണ് ബ്രഹ്മാവെന്നാണ് സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിന് അമ്പലമില്ല. കാരണം എല്ലാത്തിനെയും സൃഷ്ടിച്ച ആൾക്ക് മനുഷ്യനൊരു അമ്പലം സൃഷ്ടിക്കേണ്ട. എല്ലാത്തിനെയും സൃഷ്ടിച്ച ആള് ബ്രഹ്മാവാണെങ്കിൽ ബ്രഹ്മാവിന്റെ മകള് സരസ്വതി ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്, മകളല്ല. സരസ്വതിയും ഇമാജിനറിയാണ്. പത്മാസനേ പത്മൗരു പത്മാക്ഷി പത്മസംഭവേത് ത്വം മാം ഭജസി പത്മാക്ഷി യേന സൗഖ്യം ലഭാമ്യഹം പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാലയേ പത്മദലായതാക്ഷി വിശ്വപ്രിയേ വിഷ്ണു മനോനുകൂലേ ത്വൽ പാദപത്മം മൈസന്നിധസ്വ. ഇമാജിനറിയാണ്, അത് സങ്കല്പത്തിന്റെ ധ്യാനമന്ത്രമാണ്. അപ്പൊ ആ ഇമാജിനറി ആയിട്ടുള്ള സരസ്വതിയെ ഇമാജിനറി ആയിട്ടുള്ള ബ്രഹ്മാവ്. ബാക്കി കഥകൾ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണല്ലോ. അല്ലാണ്ട് മകളെ അച്ഛൻ ഉപയോഗിച്ചു, ഭാര്യയെ ദൈവം ഉപയോഗിച്ചു, ഭർത്താവ് കണ്ടുകൊണ്ടിരിക്കുക എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഹിന്ദു ദൈവങ്ങൾക്കെല്ലാം മനുഷ്യന്റെ രൂപവും ആകൃതിയുമാണ്. തെറ്റാണ്. ജോർജ് ഉൽപ്പത്തി വായിച്ചിട്ടുണ്ട്. ബൈബിളിലെ ദൈവത്തിന്റെ രൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. അതായത് ദൈവത്തിന്റെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണെങ്കിൽ മനുഷ്യന്റെ ചെസ്റ്റ് അളവ്, ദൈവത്തിന്റെ ഉയരം 160 സെന്റിമീറ്റർ ആണെങ്കിൽ മനുഷ്യന്റെ ഉയരം 160. ദൈവത്തിന് എന്തൊക്കെ അവയവമുണ്ടോ അത് യഹോവ എന്ന് പറയുന്ന ആൺ ദൈവമാണ്. പെൺ ദൈവത്തിന് അതില്ല. എങ്ങനെ ഉണ്ടാക്കിയെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ദൈവത്തിന്റെ രൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി എന്നാണ് ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആകൃതിയും നീളവും വലിപ്പവും ഒക്കെ ബൈബിൾ പ്രകാരം താൻ പറയുന്നതും ഇവിടെ പറയുന്നതൊക്കെ ശരിയാണ്. പിന്നെ ദൈവം അങ്ങനെ ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിനെ അറിയുള്ളൂ. ഏതായാലും മനുഷ്യന്റെ ആകൃതിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയതാണ്. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെയുള്ള കഥാപാത്രങ്ങളെല്ലാം ഇമാജിനറിയാണ്, മനുഷ്യരാണ്. ദൈവത്തെ സൃഷ്ടിച്ചത് രൂപഭാവ വിവരണങ്ങളിലൂടെ ആയതുകൊണ്ട് മനുഷ്യന്റെ രൂപത്തിലുള്ള ദൈവത്തെ ഉണ്ടാക്കി. ഇനി പട്ടികളെല്ലാം കൂടി ചേർത്ത് ഒരു ദൈവം വേണമെന്ന് തീരുമാനിച്ചാൽ ആ ദൈവത്തിന് പട്ടികളുടെ രൂപമായിരിക്കും. ഇനി പന്നികളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ദൈവം വേണമെന്ന് തീരുമാനിച്ചെന്ന് വിചാരിക്കാം, തന്നെ ഞാൻ അതിൽ പെടുത്തിയിട്ടില്ല. ആ ദൈവത്തിന് പന്നികളുടെ ആകൃതിയായിരിക്കും. അങ്ങനെയാണ്. ആരാണോ ദൈവത്തെ ഉണ്ടാക്കുന്നത് അവരുടെ ആകൃതിയിലായിരിക്കും അതുണ്ടാവാം. കയ്യും കാലും ലൈംഗിക അവയവങ്ങളും ഒക്കെ ഉള്ളതാണോ ദൈവങ്ങള്? അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണോ സെന്റ് മേരീസിൽ ഈ ദൈവം കൊണ്ടുപോയിട്ട് ദൈവത്തെ ഗർഭം ഉണ്ടാക്കിയത്? അതില്ലാതെ ഉണ്ടാക്കിയോ? ദൈവത്തിനറിയാം. ഓരോന്നും പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടേടും. ആദവും അവയും തമ്മിൽ ലൈംഗിക അവയവം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണോ ആദിമ മനുഷ്യനെന്നും പറഞ്ഞുകൊണ്ട് അവർ ചെയ്ത തെറ്റിനെ കുറിച്ചല്ല യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയത് ആദിപാപം എന്ന് പറഞ്ഞ്. പിന്നെ മാത്രമല്ല, താൻ ഈ 10 ചോദ്യം ചോദിച്ചതിൽ കൂടുതലും ലൈംഗികമായിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ട് എനിക്കൊരു സംശയം. തൻ്റെ വീട്ടിൽ അമ്മയും ഭാര്യയും ഭർത്താവും അമ്മയും ഭാര്യയും മകളും സഹോദരിയൊക്കെ സേഫ് ആണല്ലോ, ഇല്ലേ? രാത്രിയും പകലും ഒക്കെ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഭാര്യയ്ക്കാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. അമ്മയ്ക്കും സഹോദരിക്കും മകൾക്കും ഒന്നും വലിയ കുഴപ്പമില്ലല്ലോ താൻ കാരണം. ഹിന്ദു ദൈവങ്ങൾ. അടുത്തത് 19. അസുരന്മാരെ ഭയന്ന ദൈവങ്ങൾ മറ്റു ദൈവങ്ങളോട് പരാതി പറയുന്നു, സഹായം അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ദൈവങ്ങൾക്ക് സ്വയം രക്ഷിക്കാനുള്ള കഴിവ് പോലും ഇല്ലേ? പിന്നെയും ചോദ്യം തന്നോട് ഇത് തന്നെയാണ്. ഇത്രയും കപ്പാസിറ്റി മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവം ആ സാത്താനെ എന്തിനാ ഉണ്ടാക്കിയത്? ജ്ഞാനക്കനി എന്തിനാ ഉണ്ടാക്കിയത്? അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ആ സാത്താനെ കൊല്ലാൻ ഈ ദൈവത്തിന് കപ്പാസിറ്റി ഇല്ലേ? ഒറ്റ സ്ട്രെച്ചിന് മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവം ആ സാത്താനെ അങ്ങോട്ട് കൊല്ലായിരുന്നില്ലേ? ആ സാത്താനെ എന്തിനാ ഉണ്ടാക്കിയത്? സാത്താൻ ആദത്തിനോടും അവയോടും പറഞ്ഞത് അവർ കേട്ടു. ഈ ദൈവത്തിന് കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ആദവും അവയും ദൈവത്തിനെ അനുസരിക്കുമായിരുന്നില്ലേ? ദൈവത്തിന് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടല്ലേ സാത്താനെ അന്വേഷിച്ച് അവർ പുറകെ പോയത്? ആ സാത്താൻ വിവേകം ഉണ്ടാക്കാൻ ചാനക്കനി തിന്നാൻ പറഞ്ഞു. ദൈവമാണെങ്കിൽ നിങ്ങൾ തുണി കൊടുക്കരുതെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കയ്യിലിരിപ്പോ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നല്ല ഉപദേശം കൊടുത്തപ്പോഴത്തേക്കും അവരങ്ങോട്ട് പോയി. അസുരന്മാര് ഭയന്ന് ദൈവങ്ങള് എവിടെയൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ടോ അതിൽ ദൈവത്താന്മാരെ ജയിച്ചിട്ടുള്ളൂ, ദേവന്മാരെ ജയിച്ചിട്ടുള്ളൂ. സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥാ വിദതോ ദേവയാന. നേരെ മറിച്ച് ഈ യഹോവ എവിടെയൊക്കെ തന്റെ വാൾ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ മനുഷ്യരെ ഉപയോഗിച്ച മറ്റുള്ളവരെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത്. നിത്യത്തിലേക്ക് പോവുക, അവിടെയുള്ളവരുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കുക, മറ്റ് ദൈവത്തെ പൂജിക്കുന്നവരെ കൊല്ലാൻ നിന്റെ കൈ ഉയരണം, അവനെ ഒളിപ്പിച്ചു വെച്ചവനെ നിങ്ങൾ ആദ്യം കൊല്ലുക എന്നൊക്കെ പറഞ്ഞത് ഇവിടുത്തെ ദൈവമൊന്നുമല്ല, അവിടുത്തെ ദൈവമാണ്. നീ ആരാധിക്കുന്ന, നിന്നെ പോലെയുള്ളവർ ആരാധിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അസുരന്മാരെ ജയിക്കാനൊന്നും ഇവിടെ ആർക്കും സാധിച്ചില്ല. രാവണനെ ശ്രീരാമൻ ജയിച്ചു, കംസനെ 11 വയസ്സായിട്ടുള്ള ശ്രീകൃഷ്ണൻ ജയിച്ചു. അതുപോലെ തന്നെ ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തിയാണ്. എപ്പോഴും ദേവാസുര യുദ്ധത്തിൽ കഥയാണെങ്കിലും ശരി ദേവതാ സങ്കല്പമാണ് ജയിച്ചിരിക്കുന്നത്.
ലാസ്റ്റ് ചോദ്യം, വേദങ്ങളിലെ പ്രധാന ദൈവം ഇന്ദ്രനാണ്. അതായത് ഇന്ദ്രിയങ്ങളുടെ രാജാവിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുക. അത് മനസ്സാണ്. അതൊക്കെ മനസ്സിലാക്കാൻ ഈ ബൈബിളൊക്കെ ഉപേക്ഷിക്കണം. ഈ കഥാപുസ്തകവും ഇസ്രായേലിലെ മരുഭൂമിയിൽ ജീവിക്കുന്നവർക്ക്, ഒട്ടകത്തിന്റെ പുറത്ത് പോകുന്നവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന പുസ്തകമൊക്കെ വായിച്ച് ഈ വേദങ്ങൾ എഴുതിയ ഭാരതത്തിലേക്ക് വന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഉള്ളത് കൂടി പഠിക്കണം. ഇന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളില്ല. പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചഭൂതം, പഞ്ചപ്രാണന്റെയും അധിപനായി ത്രൈസപ്തസമിത കൃതാഃ ദേവായ യജ്ഞം ധന്വാന അഭദ്രൻ പുരുഷം പശും യജ്ഞേന യജ്ഞമയജന്ത ദേവാഃ താനി ധർമാണി പ്രഥമാന്യാസന്ദേഹനാഗം മഹീമാനസജന്ത യത്ര പൂർവേ സാധ്യാസന്തി ദേവാഃ. ആ ഇന്ദ്രൻ എന്ന ദേവനാണ് മനസ്സ്. 21 ഇന്ദ്രിയങ്ങളുടെ രാജാവ് മനസ്സ്. ത്രിസപ്ത 3x7 21. അപ്പൊ ഇന്ദ്രൻ എന്ന് പറയുന്ന എന്നെയും തന്നെയും തന്റെ വീട്ടുകാരെയും പോലെയുള്ള മനുഷ്യരല്ല. യഹോവയെ പോലെയുള്ള ഒരു കൊലയാളി ദൈവവുമല്ല. ഞാൻ കൊലയാളി എന്ന് പറയാൻ കാരണം 1,83,000 പേരെ കർത്താവിന്റെ മാലാഖ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടാ തുടങ്ങുന്നത് തന്നെ. ഒക്കെ വാള് ചെടിക്കുന്നു, ദൈവത്തിന്റെ ദിവസം വരും, യോദ്ധാക്കൾ അട്ടഹസിക്കുന്ന ദിവസം വരും, പേടിച്ച് വിറയ്ക്കുന്ന ദിവസം വരും. സമുദ്രത്തിലെ വെള്ളത്തിലേക്ക് പോകേണ്ടവരെ ദൈവം വെള്ളത്തിലേക്കും, അഗ്നിയിലേക്ക് പോകേണ്ടവരെ അഗ്നിയിലേക്കും, നായ്ക്കളുടെ അടുത്തേക്ക് പോകേണ്ടവരെ നായ്ക്കൾ കടിച്ചു കീറാനും ദൈവം വിടും. എന്തൊരു ദൈവമായത്! പഴയ നിയമമൊക്കെ വായിച്ചു നോക്ക് ജോർജെ, എന്നിട്ട് കയറി ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാൽ മതി. അടുത്ത 30 ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുമ്പ് 20 എണ്ണം ഉണ്ട്. 30ാമത്തെ എഴുതുന്നവരെ 10 എണ്ണം എഴുതുന്നത് വരെ ഇതൊക്കെ ആലോചിച്ചിട്ട് എഴുതാവൂ. ഉത്തരം കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആണുങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് കൂടി ജോർജും ജോർജിന്റെ കൂട്ടത്തിലുള്ള കർദിനാളും ബിഷപ്പും കന്യകാസ്ത്രീകളും കന്യാമറിയത്തിന്റെ പുത്രന്മാരും ഒക്കെ അറിയട്ടെ. വേദത്തിലെ പ്രധാന ദൈവം ഇന്ദ്രനാണ്. ഇന്ദ്രൻ തന്നെയാണ് ദേവന്മാരുടെ തലവനും. ആ ദൈവത്തെക്കുറിച്ച് ആധുനിക ലോകത്തിന് യാതൊരു അറിവുമില്ല. അങ്ങനെ ഒരു ഇമാജിനറി ദൈവത്തെക്കുറിച്ച് ആരും അറിയേണ്ട കാര്യമില്ല. ഇന്ദ്രനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന പൗരാണിക ദേവതമാരെ കുറിച്ച് അറിഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ നടക്കുന്ന സർവ്വയാഗവും, ഇവിടെ നടക്കുന്ന സർവ്വ ഗണപതി ഹോമവും, സർവ്വ മൃത്യുഞ്ജയ ഹോമവും, സർവ്വ കരക ഹോമവും ഒക്കെ ഇന്ദ്രനെ കുറിച്ച് ധരിച്ചിട്ട് തന്നെയാണ്. ഇന്ദ്രശ്രേഷ്ഠാനി ദ്രവിണാനി ദേഹിം ചിത്യം ദക്ഷസ്യ സുഭഗത്വമസ്മേ പോഷം രയീണാമനിഷ്ഠ്യം തനൂനാം സ്വാത്മാനം വാചാ സുദിനത്വമന്വാ. എന്നിട്ട് അടുത്ത ദേവത യമായ ധർമ്മരാജായ മൃത്യവേചാന്തകായ ച വൈവസ്വതായ കാലായ സർവഭൂതക്ഷയായ ച അവിദംബരായ ദദ്നായ നീലായ പരമേഷ്ഠിനേ മൃഗോദരായ ചിത്രായ ചിത്രഗുപ്തായ തേ നമഃ. ഞാൻ ബൈബിളിനെ കുറിച്ച് വല്ല ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ബിഷപ്പുമാർക്കും നിന്റെ കർദിനാൾമാർക്കും ഒക്കെ പുസ്തകം റെഫർ ചെയ്യണം. ഒരു പുസ്തകം റെഫർ ചെയ്യാതെ ഗോപാലകൃഷ്ണൻ ഉത്തരം പറയാം, നീ ഏത് ചോദ്യം ചോദിച്ചാലും. ആ ദൈവത്തിന് എന്ത് പറ്റി? ഇന്ദ്രൻ എന്ത് പറ്റി? ഇന്ദ്രൻ എല്ലാവരിലുമുണ്ട്. മനസ്സ് ഇന്ദ്രിയങ്ങളുടെ രാജാവായിട്ട് നിന്നിലും എന്നിലും എല്ലാത്തിലും ഉണ്ട്. നിന്നിലുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഗതികേട്. എന്തുകൊണ്ടാണ് ആ ദൈവത്തിന്റെ പേരിൽ അമ്പലങ്ങളൊന്നും ഇല്ലാത്തത്? അമ്പലമുണ്ടായത് പിന്നീടാ ജോർജെ. യേശുക്രിസ്തുവിനെ ആണിയടിച്ചു കൊന്ന കുരിശ് AD 273 സ്വീകരിച്ചത് ഗ്രീസിൽ നടന്ന സംഹാരത്തില്. യേശുക്രിസ്തുവിന്റെ കാലത്ത് ഈ കുരിശു പൂജിച്ചിരുന്നില്ല. നിന്റെ കുരിശുമായിട്ട് നീ എന്റെ പുറകെ വരിക എന്ന് യേശുക്രിസ്തു പറയാൻ കാരണം നിന്റെ ദുഃഖവും വേദനയുമായിട്ട് എന്റെ പുറകെ വരാനാ. ഞാൻ അനുഭവിച്ച ദുഃഖവും ഞാൻ അനുഭവിച്ച വേദനയും നീ അറിയുമ്പോൾ നിന്റെ ദുഃഖം ഒന്നുമല്ലെന്ന് മനസ്സിലാവുമെന്നാണ് ആ പുണ്യാത്മാവ് പറഞ്ഞത്. നിന്നെ പോലെയുള്ള കുറെ എണ്ണങ്ങൾ അനുയായികളായിട്ട് വരുന്ന യേശുക്രിസ്തു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല സ്റ്റാൻലി ജോർജ്. നിന്നെ പോലെയുള്ളവരും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതുമാതിരിയുള്ള ചില ബിഷപ്പുമാരും കർദിനാൾമാരും ഇതുമാതിരിയുള്ള പാസ്റ്റർമാരും താനീ ചതിയും വഞ്ചിയും പറ്റിക്കലും കൊണ്ട് ഉപജീവനം നടത്താനും കാശുണ്ടാക്കാനും ഓരോ പാവങ്ങളെയും പറ്റിച്ച് മതം മാറ്റാനും ഉള്ളവരുണ്ടാവുന്ന യേശുക്രിസ്തു ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ശരിയാണോ നോക്കാൻ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 13 വരെ ഒന്ന് വായിച്ചു നോക്കാം. എന്ത് ധന്യമായിട്ടാ യേശുക്രിസ്തു ലൂക്കോസ് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? യേശു പറഞ്ഞതായിട്ട്. ലൂക്കോസിന്റെ വരികളല്ല. എന്റെ സന്ദേശവുമായി നിങ്ങൾ ഗ്രാമങ്ങൾ തോറും ചെല്ലുക. നിങ്ങളുടെ കാലിനെ സംരക്ഷിക്കാൻ ചെരുപ്പുണ്ടാവരുത്. നിങ്ങൾക്ക് ദാഹജലം കുടിക്കാനായിട്ട് ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. ഇത് നിന്റെ ചോദ്യം മാത്രമാണ്. ഇത് നോക്കിയിട്ടാണ് ഗോപാലകൃഷ്ണൻ വായിക്കുന്നതെന്ന് വിചാരിക്കല്ലേ. നിങ്ങൾക്ക് ദാഹജലത്തിനായിട്ട് തോൽ സഞ്ചിയിൽ ദാഹജലം ഉണ്ടാവരുത്. നീ ഗ്രാമമുഖ്യനെ കാണണം. അവനോട് നിനക്ക് പറയാനുള്ളത് പറയുക. അവൻ സ്വീകരിച്ചാൽ നിനക്ക് സ്വർഗരാജ്യം, അവൻ തിരസ്കരിച്ചാൽ നിനക്ക് സ്വർഗരാജ്യം.
നിന്റെ ചലനത്തിന് വേദന കൂടുമ്പോൾ നിന്റെ കയ്യിൽ ഊന്നുവടി ഉണ്ടാവരുത്. അത് അവിടെ ഉള്ളവരെ നിന്നെ ഊന്നുവടിയായിട്ട് നിന്നെ സഹായിക്കാൻ വരണം. എന്ത് നല്ല വരിക. അതിന് പകരം ഈ ഭൂതപ്രേത പിശാചിക്കളായിട്ടുള്ള പാസ്റ്റർമാര് ഓരോന്നിനെയും കണ്ടാൽ യമകിങ്കരന്മാരെ പോലെയുണ്ട്. യൂട്യൂബിൽ നോക്കിയാൽ അതുങ്ങളാണ് ത്രയത്വത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ് ക്രിസ്ത്യാനിറ്റിയിലെ ത്രയത്വം എന്താണെന്ന്. ഒരു ബോധവും വിവരവും ഇല്ലാത്ത കുറേ എണ്ണങ്ങളെ പഠിപ്പിക്കാൻ ത്രയത്വവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പിന്നെ മണ്ണാങ്കട്ടയും മാങ്ങാത്തൊലിയുമായിട്ടൊക്കെ ഇറങ്ങി പുറപ്പെട്ട കുറേ എണ്ണങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാ, എന്നാലേ എനിക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുള്ളൂ എന്ന് കൂടി പറയുന്നു. നിനക്കും നന്മ വരട്ടെ, നിന്റെ ദൈവം നിന്നെ ഉപദ്രവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. പ്രണാമം, നമസ്കാരം. നിനക്കല്ല, ബാക്കിയുള്ളവർക്ക് പ്രണാമം.